കേരളം വളരെ പ്രതീക്ഷയോടെയാണ് ഈ കേന്ദ്ര ബജറ്റ് കാത്തിരിക്കുന്നത്. കാരണം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് സംസ്ഥാനം. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി നടന്ന ധനമന്ത്രിമാരുടെ ചർച്ചയിൽ പ്രത്യേക പാക്കേജാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കേരളത്തിന്റെ ആവശ്യം പരിഗണിക്കാതിരുന്നതിനാൽ സംസ്ഥാനം 4 ലക്ഷം കോടി രൂപയുടെ പൊതുകടത്തിലേക്ക് പോകും. അങ്ങനെ നമ്മുടെ ആവശ്യം പരിഗണിക്കാതിരുന്നാൽ സംസ്ഥാനം 4 ലക്ഷം കോടി രൂപയുടെ പൊതുകടത്തിലേക്ക് പോകുമെന്നാണ് ഇപ്പോഴുള്ള ഒരു വിലയിരുത്തൽ. സംസ്ഥാനത്തിനൊരു പ്രത്യേക പാക്കേജ്, വയനാട് പുനരധിവാസത്തിന് പ്രത്യേക സഹായം എന്നിവയുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് കേരളം മുന്നോട്ട് വെച്ചത്. 24,000 കോടിയുടെ പ്രത്യേക പാക്കേജാണ് പ്രഥമ ആവശ്യം. GST നഷ്ടപരിഹാരവും റവന്യൂ കമ്മി ഗ്രാന്റും അവസാനിപ്പിച്ചതും കടമെടുക്കൽ പരിധി വെട്ടിക്കുറച്ചതും മൂലമുള്ള ധനക്ഷാമം പരിഹരിക്കാൻ 2 വർഷത്തിനുള്ളിൽ തുക ലഭ്യമാക്കണമെന്നാണ് ആവശ്യം. കടമെടുക്കൽ പരിധി 3% നിന്ന് 3.5% ഉയർത്തണമെന്നും ധനമന്ത്രി പറയുന്നു. കഴിഞ്ഞ ബജറ്റിൽ ആവശ്യപ്പെട്ട പ്രത്യേക പാക്കേജ് പരിഗണിച്ചില്ലെന്നതും ചൂണ്ടിക്കാട്ടി. മുണ്ടക്കൈ ദുരന്തം അതിതീവ്ര ദുരന്തമായി അംഗീകരിച്ച സാഹചര്യത്തിൽ 2,000 കോടിയുടെ വയനാട് പാക്കേജ് വേണമെന്ന ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ തുടർ വികസനത്തിന് 5,000 കോടിയും കേരളത്തിന്റെ ബജറ്റ് പ്രതീക്ഷകളിൽപ്പെടുന്നു. കാലാവസ്ഥാ വ്യതിയാനവും തീരശോഷണവും നേരിടാൻ 4,500 കോടി രൂപയും കേരളത്തിന്റെ ആവശ്യത്തിലുണ്ട്. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതി, റാപ്പിഡ് ട്രാൻസിറ്റ് പദ്ധതി, അങ്കമാലി ശബരി, നിലമ്പൂർ നഞ്ചൻകോട്, തലശ്ശേരി മൈസൂരു റെയിൽപാത നിർദ്ദേശങ്ങളും പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാനം. കിഫ്ബി, കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനി ലിമിറ്റഡ് എന്നിവയുടെ വായ്പകളെ സംസ്ഥാനത്തിന്റെ കടമെടുക്കൽ പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്നതും ആവശ്യങ്ങളുടെ പട്ടികയിൽപ്പെടുന്നു. മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് 1,000 കോടി, വർഷങ്ങളായുള്ള എയിംസ് സ്വപ്നം, ഇതെല്ലാം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കുന്നോളം ചോദിച്ചതൊക്കെ കാര്യമായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേരളം. ബിസിനസ് ഡെസ്ക് 24.